ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ചൂടുകാലത്ത് നമുക്ക് തണുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് പകരം പാല് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പം നല്ല തിക്ക് ജ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇത്. പിന്നെ പാൽപ്പൊടി വേണം, 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അപ്പം ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബൂസ്റ്റ് ആണ്. അപ്പം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ കോഫി പൗഡർ. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ്. നമുക്ക് ആദ്യം തന്നെ ഈ കോഫി പൗഡറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോഫി പൗഡർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം, 4 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി പൗഡറിന്റെ മിക്സ്. ഇനി പാൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം 1/4 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാൽ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പം ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഞാനിവിടെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് ഈ ജ്യൂസ് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് ഒന്ന് സെർവ് ചെയ്താലും മതി. അപ്പോൾ ഗ്ലാസ്സുകളിൽ നിറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വൈകുന്നേരങ്ങളിൽ നമുക്ക് കുടിക്കാനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. നല്ല എനർജറ്റിക് ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഉപയോഗിച്ചതൊന്ന് ഗാർണിഷ് ചെയ്യാം. ബൂസ്റ്റിന് പകരം വേണമെങ്കിൽ ഹോർലിക്സ് കൊടുക്കാട്ടോ. അപ്പോഴും നമ്മുടെ ഡ്രിങ്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ബൂസ്റ്റിൻ്റെയും കോഫി പൗഡറിൻ്റെയും ഒക്കെ ഫ്ലേവറുള്ള നമ്മുടെ വെറൈറ്റി ഡ്രിങ്ക് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്